എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ത്യ കാനഡ ബന്ധം വളരെയധികം മോശമായ രീതിയിലേക്ക് പോകുന്നതിൻ്റെ വാർത്തകളാണ് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ കാനഡ നയതന്ത്ര പ്രശ്നങ്ങൾക്കിടെ ഇന്ത്യയെ ശത്രു രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെടുത്താൻ കാനഡയുടെ നീക്കം തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയെ ശത്രു രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കാനഡ നടപടികൾ ആരംഭിച്ചെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ത്യയെ സൈബർ എതിരാളികളായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കനേഡിയൻ സർക്കാരിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഇന്ത്യയെ ശത്രുവായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പട്ടികയിൽ 5ാമതായാണ് ഇന്ത്യയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചൈന, റഷ്യ, ഇറാൻ, ഉത്തര കൊറിയ എന്നിവയാണ് കാനഡ ശത്രു രാജ്യങ്ങളായി പ്രഖ്യാപിച്ചിട്ടുള്ള മറ്റു രാജ്യങ്ങൾ. ഇന്ത്യ കാനഡ നയതന്ത്ര പ്രശ്നങ്ങൾ രൂക്ഷമായി തുടരുന്നതിനിടെയാണ് കനേഡിയൻ സർക്കാരിന്റെ പുതിയ ഈ കരിനീക്കം. ആദ്യമായാണ് സൈബർ എതിരാളികളായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ പേര് കാനഡ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനുള്ള കാനഡയുടെ തന്ത്രമാണിതെന്നാണ് ഇന്ത്യയുടെ പ്രതികരണം. ഇന്ത്യൻ സർക്കാർ സ്പോൺസർ ചെയ്യുന്നവർ ചാരവൃത്തി ലക്ഷ്യം വെച്ച് കാനഡ സർക്കാരിനെതിരെ സൈബർ ഭീഷണി ഉയർത്തിയേക്കാമെന്നാണ് റിപ്പോർട്ടിൽ വിലയിരുത്തൽ. ആഗോളതലത്തിൽ പുതിയ അധികാര കേന്ദ്രങ്ങളാകാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ കാനഡയ്ക്ക് ഭീഷണിയാകുന്ന സൈബർ പ്രോഗ്രാമുകൾ നിർമ്മിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. അതേസമയം കാനഡയുടെ പുതിയ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ ആക്രമിക്കാനും അപകീർത്തിപ്പെടുത്താനുമുള്ള മറ്റൊരു തന്ത്രമെന്നാണ് വിദേശകാര്യ വക്താവ് രൺധീർ പ്രതികരിച്ചിട്ടുള്ളത്. ഇന്ത്യക്കെതിരെ കൃത്യമായ ആഗോള അഭിപ്രായങ്ങൾ സ്വരൂപിക്കാൻ കാനഡ ശ്രമിക്കുന്നതായി അവരുടെ മുതിർന്ന വക്താക്കൾ സമ്മതിച്ചിട്ടുമുണ്ട്. മറ്റുള്ളവയെ പോലെ തെളിവില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അവർ ആവർത്തിക്കുകയാണെന്നും രൺദീപ് പറയുന്നു. കഴിഞ്ഞ ദിവസം അമിത്ഷായ്ക്കെതിരെ കനേഡിയൻ മന്ത്രി ഉന്നയിച്ച ആരോപണത്തിൽ ഇന്ത്യ കാനഡയെ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഖാലിസ്ഥാൻ വിഘടനവാദികളെ കാനഡയിൽ വെച്ച് വധിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായായിരുന്നു എന്നാണ് കാനഡയുടെ ആരോപണം. തുടർന്ന് കാനഡയിലെ ഹൈക്കമ്മീഷൻ പ്രതിനിധിയെ വിളിച്ചു വരുത്തിയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് പല നിയന്ത്രണങ്ങളും നയതന്ത്ര കുറിപ്പുകളും ഇന്ത്യ കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വളരെ മോശമായ രീതിയിലേക്ക് പോകുമ്പോൾ വലിയ ഒരു തീരുമാനമാണ് കാനഡ എടുക്കുന്നത്. കാരണം ഇന്ത്യയെ പോലുള്ള ഒരു വികസിത രാജ്യത്തിന്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു വൻ ശക്തിയായി മാറാൻ പോകുന്ന, മറ്റു രാജ്യങ്ങളോടൊപ്പം കടപിടിക്കാൻ പോകുന്ന ഇന്ത്യയെ തളർത്തി കാണിക്കുവാൻ അല്ലെങ്കിൽ താഴ്ത്തി കാണിക്കുവാൻ വേണ്ടിയാണോ കാനഡ ഇതുപോലെയുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് എന്നുള്ളത് വ്യക്തമല്ല. എങ്കിൽ കൂടി നിലവിൽ ഇന്ത്യയെ കാനഡയുടെ ശത്രു രാജ്യമായി പ്രഖ്യാപിക്കാനാണ് അവരുടെ കരിനീക്കം. അത് എത്രത്തോളം ഇന്ത്യയെ ബാധിക്കും, ഇന്ത്യയിലെ ജനങ്ങളെ ബാധിക്കും, കാനഡയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെ ബാധിക്കും എന്നുള്ളത് വരും ദിവസങ്ങൾ കണ്ടു തന്നെ അറിയണം. ഇതുപോലത്തെ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.